വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള മാന്നാർ കടലിടുക്കിലെ മണലി ദ്വീപിന് സമീപത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് ഒരു ബോട്ട് കണ്ടത്. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ബോട്ടിനെ ഉടനെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെ DRI ഉദ്യോഗസ്ഥർ വളഞ്ഞു. എന്നാൽ ബോട്ട് വളഞ്ഞതിന് പിന്നാലെ ബോട്ടിലുണ്ടായിരുന്നവർ ഒരു പെട്ടിയെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. തുടർന്ന് ബോട്ടിലുണ്ടായിരുന്ന 3 പേരെയും DRI കസ്റ്റഡിയിലെടുത്തു. രാമനാഥപുരം വെഡ്ലെ സ്വദേശികളായ ഹാജ ഷെരീഫ്, ഹംദൂൻ തിസ്താർ, ഫിറോസ് അലി എന്നിവരാണ് പിടിയിലായത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ശ്രീലങ്കയിൽ നിന്ന് സ്വർണം കടത്തുന്ന അന്താരാഷ്ട്ര മാഫിയ സംഘത്തിലെ അംഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത്. വൈകാതെ മുങ്ങൽ വിദഗ്ധർ എത്തി കടലിനടിയിൽ അരിച്ചുപെറുക്കി. 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ സ്വർണമടങ്ങിയ പെട്ടി കണ്ടെത്തുകയായിരുന്നു. കണ്ടെടുത്ത പെട്ടിയിൽ 5 കിലോ സ്വർണം ഉണ്ടായിരുന്നതായി DRI ഉദ്യോഗസ്ഥർ അറിയിച്ചു. വൈകാതെ പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ മേഖലയിൽ DRIയും കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.